കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഓണാഘോഷ പരിപാടിയായ ഓണോത്സവം 2025 സമാപിച്ചു. ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 8 വരെയാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഓണോത്സവം 2025 സമാപന സമ്മേളനം കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ് VP ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു. പോകുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾ ഒരു കാര്യത്തിൽ ലക്കിയാണ്. നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ തിരുവോണത്തിൻ്റെ നിലയൊന്ന് കൂടി ഒരു ലഞ്ച് കഴിച്ച് സ്ഥലം വിടും, അന്നേരം തന്നെ സ്ഥലം വിടും. നിങ്ങൾ 14 ദിവസം ഓണം ആഘോഷിച്ച് എല്ലാ പരിപാടിയും ശരിക്കും അതൊരു നല്ല കാര്യമല്ലേ? മറ്റുള്ള വീട്ടിലൊക്കെ ഓണം എന്നൊക്കെ പറയുന്നത് ഇപ്പം പേരിനേ ഉള്ളു. മിക്ക വീടുകളിലും തിരുവോണത്തിനന്ന് എല്ലാവരും ജോലി സ്ഥലത്ത് ഓടുന്നത് പിറ്റേന്ന് തന്നെ അന്ന് വൈകിട്ടോ അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ സ്ഥലം വിടും. അക്കാര്യത്തിൽ നിങ്ങൾ ശരിക്കും ഭാഗ്യവാന്മാരാകട്ടെ. 14 ദിവസം ഓണം എല്ലാ പരിപാടിയും പറയുന്ന കേരളത്തിൻ്റെ വടക്കേ അറ്റം തൊട്ട് തെക്കേടുള്ള എല്ലാ കലാപരിപാടികളും അവതരിപ്പിച്ചു എന്നൊക്കെ പറയുന്നു. ജീവിതത്തിൽ മനുഷ്യന് എല്ലാം കൊടുക്കത്തില്ല. എവിടെയെങ്കിലുമൊക്കെ ചെറിയ നഷ്ടങ്ങൾ വരുന്നത് അപ്പുറത്തെ സൈഡിൽ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തും. ഈ ഓണമെന്നൊക്കെ പറയുന്നത് നമ്മൾ സാറ് എല്ലാം പറഞ്ഞ് ഞാൻ കൂടുതലായിട്ട് എന്താ പറയുന്നത്, നിങ്ങൾ ഇത്രയും എല്ലാവർക്കും ഓണത്തിനെ പറ്റി എല്ലാം അറിയാം, വെറുതെ സമയം കളയണം ഞാൻ പറഞ്ഞിട്ട്. അതുപോലെ ഈ സമൃദ്ധിയും അതുപോലെ സമത്വമൊക്കെ ഒരുമിച്ച് കഴിയുമ്പോഴാണ് സമൂഹം സുന്ദരമാകുന്നതെന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് നമ്മൾ ഈ മാവേലിക്കാരത്തെ സമൃദ്ധി നമ്മുടെ ജീവിതകാലം മൊത്തം കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ ഈ നാട് ഒരു നല്ല മാവേലി സ്വപ്നം കണ്ട ഒരു നാടായിട്ട് മാറാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ല, എല്ലാം ബ്രാൻഡ് ചെയ്യുകയാണ്. ഇത് ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ മറ്റേത് ക്രിസ്ത്യാനിയുടെ, മറ്റേത് മുസ്ലിമിൻ്റെ. ഇപ്പം തന്നെ കണ്ടില്ലേ, ദൈവത്തിൻ്റെ ആചാരങ്ങളൊക്കെ ഉണ്ട്, ക്ഷേത്രാചാരങ്ങൾ. ഇപ്പം ഒരാളൊരു കുളത്തിലൊന്ന് കാല് ചവിട്ടിയപ്പോൾ അവിടെ പുണ്യാകം തളിച്ചു. ഈ കാലത്തും അത് ക്ഷേത്ര ആരാധനയുടെ ഭാഗമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ എങ്കിൽ പോലും ഇത്രയൊക്കെ ചേഞ്ചസ് വന്ന സ്ഥിതിക്ക് അതിൻ്റെ ഉത്തരവാദപ്പെട്ടവരൊക്കെ ഒന്നുകൂടെയൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്ത് എല്ലാവരും ഉൾക്കൊള്ളുന്ന രീതിയിലൊക്കെയുള്ള ഒരു സമൂഹം കെട്ടിപ്പടയ്ക്കാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ സമത്വമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ വേറൊരു വാട്സാപ്പിൽ ഞാൻ ഒരു ന്യൂസ് കണ്ടത്, ഒരു കോളേജിലൊരു ടീച്ചർ, സ്കൂളിലൊരു ടീച്ചർ അവർ കുട്ടികളുടെ ഗ്രൂപ്പിൽ പറയുക, ഇത് ഹിന്ദുക്കളുടെ ഓണമാണ്, നമ്മൾ ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഭയങ്കര, ഈ 2 ഇൻസിഡൻറ്റ് എൻ്റെ മനസ്സിൻ്റെ വിഷമം ഉണ്ടാക്കിയ കാര്യം. പിന്നെ എങ്ങനെ നമ്മളീ പറയുന്ന ഒരു ജാതി ഒരു മതം ഒരു ദൈവമൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്നത്? ഇപ്പം ഓരോ വർഷം കൂടുന്തോറും ഈ വിഭജനം കൂടി വരികയാണ്. അത് ഈ ബ്രാൻഡ് ചെയ്യുന്നതുകൊണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞപ്പോൾ ഈ വിളക്ക്, അതിൻ്റെ മേളിലൊരു മയിലിനെ വെച്ചപ്പോൾ അത് ആ പർട്ടിക്കുലർ മതത്തിൻ്റെ വിശ്വാസമായി. അതുപോലെ ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവരെ സിമ്പിൾ ആ വിളക്കിൻ്റെ മേളിൽ വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അതുപോലും വിളക്കെന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ്. അതുപോലും കത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രയേ ഉള്ളൂ നമ്മളീ പറയുന്ന ഈ മതവും ജാതിയൊക്കെ. ഞാൻ തമാശയ്ക്ക് പണ്ട് എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഈ ഒരു പ്രാന്തൻ നേഴ്സ് വിചാരിച്ചാൽ ഹിന്ദുവിനെ മുസ്ലിമാക്കാൻ പറ്റും, മുസ്ലിമിനെ ഹിന്ദുവാക്കാൻ പറ്റും, ഹിന്ദുവിനെ ക്രിസ്ത്യാനിയാക്കാൻ പറ്റും. എന്താണെന്ന് മനസ്സിലായ? ഈ പ്രസവിച്ച് കുട്ടികളെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് കിടന്നത് എല്ലാവരും തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല, എല്ലാം ഒരുപോലെ ഇരിക്കും. ആപ്പാടെ തിരിച്ചറിയുന്ന കയ്യിലുള്ള ഒരു ഇത് മാത്രമാണ്. അപ്പോൾ ഒരു പ്രാന്തൻ നേഴ്സ് വിചാരിച്ച് ഇതൊന്ന് മാറ്റിയിട്ട് നോക്കിയാൽ അറിയാൻ പറ്റത്തൊന്നുമില്ല. ഹിന്ദു അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ഈ പറയുന്ന ജാതിയും മതമൊക്കെ അതിനുവേണ്ടി തമ്മിൽ കൂടുന്നതുമല്ല. ഇതൊക്കെ ചിലർ നിലനിൽപ്പിന് വേണ്ടി മതങ്ങളും ജാതികളൊക്കെ കളിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊക്കെ സമൂഹത്തിൻ്റെ നന്മയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നന്മയ്ക്കല്ല ഇത് ഓരോന്ന് ചിലരെ നിലനിൽപ്പിനൊക്കെ ഒരു ഐക്യമൊക്കെ ഉണ്ടാവണം. അത് എന്നാലേ ശ്രീനാരായണ പറഞ്ഞോണമുള്ള ഒരു മാവേലിയൊക്കെ പറഞ്ഞൊരു സമത്വസുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടക്കാൻ നമുക്ക് പറ്റുന്നത്. പക്ഷേ നമ്മൾ എന്തുകൊണ്ടോ അത് കൂടുന്നതല്ലാതെ ഒരിക്കലും ഞാൻ കുറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലായിടത്തും പറയും ജാതിയില്ല മതമില്ല, എല്ലായിടത്തും ഉണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ചെല്ലുമ്പം
ഇൻഡയറക്റ്റായിട്ട് ജാതി ഏതാണെന്ന് ചോദിച്ചാൽ ഇത്രയും ഞാൻ ക്വാളിഫൈഡ് ആയിട്ട് പലയിടത്തും ചെല്ലുമ്പോഴൊക്കെ ജാതി ഇൻഡയറക്റ്റായിട്ട് ഓപ്പണായിട്ട് ചോദിച്ച സന്ദർഭങ്ങളുണ്ട് പല പൊസിഷനിലേക്ക് ചെല്ലുമ്പോൾ. അപ്പോഴൊക്കെ നമ്മൾ ഞാനൊന്നും ഒരിക്കലും ജാതി കളിക്കുകയോ അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുകയോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ട് പല പൊസിഷനിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. എല്ലാവരും ഈക്വലായിട്ട് എനിക്ക് ഒക്കുന്ന സഹായങ്ങൾ എല്ലാവർക്കും ഞാൻ ചെയ്തു കൊടുക്കാൻ നോക്കാറുണ്ട്. ഒക്കുന്നതൊക്കെ വലിയൊന്നും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരുത്തർ വിചാരിച്ചാൽ തന്നെ ഈ നാട് നന്നാവും. അപ്പോൾ ഞാനൊരു പൊസിഷനിൽ എത്തി. അപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ ആൾക്കാരെ മാത്രം അവിടെ കയറ്റിയാൽ മതി, അല്ലേ എന്നാ ആൾക്കാർക്ക് ജോലി മാത്രം കൊടുത്ത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പം ഞാനിപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം കൊടുത്താൽ മതിയെന്ന് ഞാൻ വിചാരിച്ചാൽ എന്താ വ്യത്യാസം? അപ്പം നമ്മളെല്ലാവരും, പക്ഷേ ഞാൻ വിചാരിക്കുന്നതാണ് എല്ലാവരും ഓരോ പൊസിഷൻ എത്തുമ്പോൾ വിചാരിക്കണം. അതാരും വിചാരിക്കില്ല. ഏതെങ്കിലും ഒരാളൊരു പൊസിഷൻ എത്തുമ്പോൾ അവരാൾക്കാരെ മാക്സിമം കയറ്റാൻ നോക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ നാട്ടിൽ തമ്മിൽ തല്ലും പ്രശ്നങ്ങളും. നമുക്കറിയാം എന്നും പത്രം എടുത്താൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നത്. അതിനൊക്കെ ഉള്ളൊരു കാര്യം ഈ നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളൊരു തോന്നലുണ്ടായാൽ മാത്രം അതായൊരു സൊല്യൂഷൻ തന്നെ. ഇന്ന് ഞാൻ 3 മരണം വീട്ടിൽ പോയിട്ടാണ് ഇന്നിവിടെ വരുന്നത്. ഒരാൾ ഇച്ചിരി പ്രായമുണ്ട്, പെട്ടെന്ന് അസുഖം വന്ന് മരിച്ചു. എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന 2 പേര്, ഒരാളെ അച്ഛനും മരിച്ചു, ഒരാളെ അമ്മയും മരിച്ചു. ഒരാൾ അച്ഛൻ മരിച്ചത് രാവിലെ തിരുവോണത്തിൻ്റെ അന്ന് സൈക്കിളിൽ പോവുമായിരുന്നു. അപ്പം ലോറിക്കാരൻ കൊണ്ടിടിച്ചു. ഇത്രയൊക്കെ ഒരെണ്ണം എന്ന് പറഞ്ഞത് 51 വയസ്സേ ഉള്ള ഒരു കുട്ടിയുടെ അമ്മയ്ക്ക്. ഇന്ന് ഞാൻ ഇപ്പം മരണവീട്ടിൽ നിന്ന് ഞാൻ വരുന്നത്, പെട്ടെന്നങ്ങ് മരിച്ചു, അസുഖം വന്ന് മരിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഈ പറയുന്ന ജീവിതമെന്ന് പറഞ്ഞാൽ. അപ്പം കിട്ടുന്ന ജീവിതത്തിൽ എല്ലാവരുമായിട്ട് സഹകരിച്ച് സന്തോഷത്തോടെ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മാവേലി കാലത്തെപ്പോലൊരു സുന്ദര ലോകം നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കൂടുതൽ ഞാൻ എന്താ പറയുന്നത്, സാറെല്ലാം പറഞ്ഞ് ഈ ഓണത്തിനെ പറ്റിയും അതുപോലെ നമ്മളിപ്പം നിങ്ങളൊക്കെ ഒന്നും പുറത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നമ്മൾ ഓണസദ്യ കഴിക്കുമല്ലോ. അപ്പോൾ ഒരേ ഇലയിൽ ഒരുപാട് വിഭവങ്ങൾ വിളമ്പും. എല്ലാത്തിനും ഒരു ഉണ്ടെങ്കിലാണ് നമ്മൾ സദ്യ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം വേണം. എന്നാലേ നമുക്കൊരു സന്തോഷസുന്ദരമായൊരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഓണത്തിന് നമുക്ക് പറയാൻ പറ്റുന്നത് പങ്കുവയ്ക്കുക, സഹോദരങ്ങളായി ജീവിക്കുക, സ്നേഹത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോകുക. ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഓണം പഠിപ്പിച്ച ഒരു സന്ദേശമുണ്ട്. അതായത് സ്നേഹം വിതറി കരുതലായി ഒരുമിച്ച് ജീവിച്ച് എല്ലാം മനോഹരമാക്കുക. എല്ലാവർക്കും എൻ്റെ ഓണം കഴിഞ്ഞെങ്കിലും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പറയണം. സമുദ്ര സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ പ്ലാക്കാട് ശ്രീകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ പരിസര പ്രദേശത്ത് എന്നതിനപ്പുറം നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ സവിശേഷതയാർന്ന ഓണപരിപാടികളിൽ വെച്ച് വളരെ മികവ് പുലർത്തിയ കുറേ ദിവസങ്ങളാണ് ഈ 10-14 ദിവസം കടന്നുപോയത്. ശരിക്കും ഓണം എന്ന പേര് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെല്ലാം ആഘോഷത്തിൻ്റെ ഒരു മാനസികാവസ്ഥയിലെത്തും. സത്യത്തിൽ ഓണം എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ആഘോഷിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ പിന്നിലുള്ള കഥ കൊണ്ട് മാത്രം അല്ല. ആ കഥയ്ക്ക് ശേഷമല്ല ഓണമുണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കഥയുണ്ടാകാനുള്ള ഒരു സാമൂഹ്യ ജീവിത പരിസരത്ത് നിന്നാണ് അത് ഉടലെടുത്തതെന്നാണ്. കാരണം നമ്മുടെ ലോക ചരിത്രം തന്നെ നമ്മൾ പരിശോധിച്ചാൽ എവിടെയൊക്കെ നന്മയുള്ള മനുഷ്യർ, അടിച്ചമർത്തപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ, അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ, അവർക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ളവരെല്ലാം കാലത്തിൽ നിന്ന് അവരെ ജീവിതകാലത്തിൽ നിന്ന് ഇല്ലാതെയാക്കുവാനുള്ള ശ്രമം നടന്നത് നമ്മൾ ലോക ചരിത്രം എവിടെ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാകും. അതിനൊരു ഉദാഹരണം മാത്രമാണ് മഹാബലിയുടെ കഥ. മഹാബലിയെ എന്തിനാണ് ചവിട്ടിത്താഴ്ത്തിയത് എന്ന് നമ്മൾ ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് കാരണം പറയുന്നില്ല. അദ്ദേഹം ഒരു അഹങ്കാരിയായി തീർന്നു എന്നാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി വന്ന, ദൈവത്തിൻ്റെ അവതാരമായിട്ട് വന്ന
വാമനൻ എന്ന കഥയിലൂടെ നമ്മൾ കേൾക്കുന്നത്. എന്തഹങ്കാരമായിരുന്നു എന്ന് ചോദിച്ചാൽ പറയുന്ന അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ കാണുന്ന തരത്തിലുള്ളൊരു ഭരണക്രമം തൻ്റെ രാജ്യത്ത് നടപ്പിലാക്കിയിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കള്ളം പറയുന്ന ആളുകൾ ഇല്ലായിരുന്നു. കള്ളപ്പറയോ ചെറുനാഴിയോ ഇല്ലായിരുന്നു. എള്ളോളം പൊളിവചനങ്ങൾ പറയുന്ന ശീലം ഇല്ലായിരുന്നു. എല്ലാം പോകട്ടെ, ഒരു ഭരണാധികാരി എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ കൊതിക്കുന്ന അല്ലെങ്കിൽ കണ്ടിരുന്ന ഒരു സവിശേഷമായ സ്ഥിതിവിശേഷം, ഒരു രാഷ്ട്രീയ ഭാവന ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഓണത്തിൻ്റെ അടിസ്ഥാന കഥയുടെ ഉള്ളടക്കം. ഒരു വലിയ രാഷ്ട്രീയ ഭാവനയാണ്. അതിൽ ഒന്നാമത് മികച്ചു നിൽക്കുന്ന ഒരു ഭാവന അതിലെ സൗന്ദര്യബോധമാണ്. ഓണം സൗന്ദര്യത്തിൻ്റെ ഉത്സവമാണ്. കാരണം പ്രകൃതി പൂവണിഞ്ഞു നിൽക്കുന്നൊരു കാലമാണ് ചിങ്ങമാസം. കേരളത്തിന് 2 വസന്തകാലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് വിഷുവിനും ഒന്ന് ചിങ്ങമാസത്തിലെ ഓണക്കാലത്തും. അങ്ങനെ അപൂർവം ഒരു ചില സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ നാട്. വസന്തകാലം 2 വട്ടം പുണരുന്ന ഒരു നാട്, ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. ഓണത്തിൻ്റെ വസന്തകാലത്തിനാണ് കൂടുതൽ സൗന്ദര്യവും സുഗന്ധവും. അതുപോലെ തന്നെ പൂക്കൾ പുഷ്പിച്ച്, മുട്ടുകൾ പുഷ്പിച്ച് പൂക്കൾ വിടരുകയും സുഗന്ധം പരത്തുകയും ചെയ്യുന്ന സൗന്ദര്യത്തോടൊപ്പം മഹാബലി മന്നനെ വരവേൽക്കാനാണ് എന്ന കഥയിലൂടെ തന്നെയാണെങ്കിലും നമ്മൾ മനുഷ്യരെല്ലാം പുതിയ വസ്ത്രങ്ങളുടുത്ത്, പുത്തൻ ഓണക്കോടികളുടുത്ത് സുന്ദരന്മാരും സുന്ദരികന്മാരുമായിത്തീരുന്നുണ്ട്. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീകുമാർ എസ് സ്വാഗതം ആശംസിച്ചു. വളരെ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടിയാണ് 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയിൽ നിന്നിവിടെ സമാപിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും നീണ്ട ഒരു ഓണാഘോഷ പരിപാടി ചിലപ്പോൾ നമ്മൾ മാത്രമായിരിക്കും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടാവുക. 14 ദിവസത്തെ പരിപാടിയായിരുന്നു. ഇന്ന് ഉച്ചവരെയും വളരെ വൈവിധ്യമാർന്ന, ഇന്നുച്ചയ്ക്ക് മുമ്പ് 2 കഥാപ്രസംഗങ്ങളാണ് ഇവിടെ അരങ്ങേറിയത്. പരിപാടി തുടങ്ങിയ ദിവസം മുതൽ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ, അതായത് നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്ന പഴയ കാലത്ത് നമ്മളെല്ലാം വളരെയധികം ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാർക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള, ഓർമ്മ പുതുക്കാൻ തക്കതായിട്ടുള്ള പല നാടൻ കലാരൂപങ്ങളും ഇവിടെ മത്സരമായിട്ടും അല്ലാതെയും ഒക്കെ അരങ്ങേറുകയുണ്ടായി. നിരവധി പേർ ഈ പരിപാടികൾ, ഉറിയടി മത്സരം ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ ഇന്ന് കാണാൻ കഴിയാത്ത ചില കലാരൂപങ്ങളാണ്. കൈകൊട്ടിക്കളി, തെയ്യം, എല്ലാം അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഇവിടെ അരങ്ങേറി. ഇത്തരം പരിപാടികളെല്ലാം ഏറെ നടന്ന ഒരു നാട് കൂടിയാണ് ഈ കല്ലുവാതുക്കൽ പാറ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഓണക്കാലത്ത് ഇത്തരം കളികൾ വളരെ മനോഹരമായിട്ടും ആഹ്ലാദത്തോടു കൂടിയും വളരെ സാഹോദര്യത്തോടു കൂടിയും സംഘം ചേർന്നും ഈ 2 അപ്പുറമുള്ള 2 കോളനികളിലായിട്ട് ഇത്തരം പരിപാടികൾ വർഷങ്ങൾക്ക് മുമ്പേ നന്നായിട്ട് നടത്തി പോന്നവരാണ്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ അതിലൊക്കെ കുറേയേറെ കുറവുകൾ സംഭവിച്ചുവെങ്കിലും അത്തരം പരിപാടികളെല്ലാം തന്നെ ഈ സമുദ്രതീരത്തിൽ കൊണ്ടുവരുവാനും അവതരിപ്പിക്കുവാനും ഇവിടെയുള്ള ജനങ്ങൾക്ക് വീണ്ടും ആ പരിപാടികൾ കാണുവാനും അവരുടെ ഓർമ്മകളും സന്തോഷങ്ങളുമൊക്കെ പുതുക്കുവാനുമുള്ള ഒക്കെ ഉള്ള അവസരം ഇവിടെ ഉണ്ടായി. കൂടാതെ ഇവിടെ താമസിക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും വളരെ ഹൃദ്യമായിട്ടുള്ള അവരുടെ ജീവിതത്തിലെ, അവരെല്ലാം ഇത് കണ്ട് വളർന്നവരാണ്. ഇത്തരം കാര്യങ്ങൾ ഓർമ്മിക്കുവാനും വളരെ സന്തോഷപൂർവ്വം അവർക്ക് ഇവിടെ ഒത്തുകൂടി താമസിക്കുന്ന ഇവർക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഓർമ്മകൾ അയവിറക്കാനുള്ള അവസരം കൂടി ഈ 14 ദിവസങ്ങൾ ഇവിടെ ഉണ്ടായി. നിരവധി പേർ ഇവിടെ വന്നുപോയി. നമ്മുടെ MP ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത്. പ്രമുഖരായിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ രാവിലെ നടന്ന പരിപാടിയിലും വൈകിട്ട് നടന്ന പരിപാടിയിലുമൊക്കെ സജീവമായിട്ട് ഇവിടെ പങ്കെടുത്തു എന്നുള്ളതും വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. സമുദ്ര ലൈബ്രറി ബാലവേദി കുട്ടികളുടെ ഓണാഘോഷ പരിപാടിയിലെ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം BB ഗോപകുമാർ നിർവഹിച്ച് സംസാരിച്ചു. ഞാൻ നിരവധി പ്രാവശ്യം ഇതുപോലെ പൊതുപരിപാടിക്ക് മാത്രമല്ല
അല്ലാതെയും റിവൽ സിംഗ് നടത്തുന്ന ഈ പ്രസ്ഥാനത്തിൽ എൻ്റെ തുടക്കം മുതൽ വന്നു പോയിട്ടുള്ള ഒരാളാണ്. പരിപാടി തീരുമാനിച്ചിരുന്നത് മറ്റൊരു ദിവസമായിരുന്നു. അന്ന് എനിക്ക് എത്താൻ കഴിയില്ല എന്ന് ശ്രീ റിവൽ സിംഗിനോട് ഞാൻ പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് ജയതിരാജ് സാറിനോടൊപ്പം ഈ സമാപന യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ അദ്ദേഹം ഇവിടെ നടത്തിയ ജയന്തി ആഘോഷ പരിപാടികളിൽ അദ്ദേഹം ഉദ്ഘാടകനും ഞാൻ അധ്യക്ഷനുമായിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് അടുത്ത ദിവസങ്ങളിലായിട്ട് 2 പരിപാടികളിൽ അദ്ദേഹവുമായി ഒരുമിച്ച് പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിനപ്പുറം അദ്ദേഹം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ VC-യുമായി വന്ന നാൾ മുതലുള്ള ഒരടുപ്പവും അത്തരത്തിൽ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം തന്നെ ഇന്ന് ഈ സമാപന യോഗത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതും ഇവിടെ ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞതും ഈ ഓണനാളിൽ ഒരു വലിയ ഭാഗ്യമായി കണക്കാക്കുന്നു. ശ്രീകുമാർ സാർ വളരെ വിശദമായി ഓണം എന്താണ്, ഓണത്തിൻ്റെ പശ്ചാത്തലം എന്താണ്, നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കേണ്ടായി. 14 ദിവസം ഒരുമിച്ച് ഒരിടത്ത് ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത് അത് നമ്മെ സംബന്ധിച്ചോളം വേറിട്ട ഒരനുഭവമാണ്. അതാണ് ശ്രീ റിവൽ സിംഗ് സംഘടിപ്പിച്ചത്. നിങ്ങൾക്ക് 14 ദിവസത്തെ ഓണം, വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ. ഇപ്പോൾ തഹസിൽദാരായിട്ടുള്ള ശ്രീ വിജി സാറ് വളരെ നല്ല രീതിയിൽ വളരെ അർത്ഥവത്തായ ഒരു കവിതയും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിന് പരമാവധി നിങ്ങളെ അതിൽ പങ്കാളിയാക്കാനും, കാര്യം എപ്പോഴും ഒരുമിച്ച് ചേരുമ്പോഴാണ് അതിൻ്റെ പ്രത്യേകത. ആ കലയിൽ പങ്കാളിയാക്കുവാനുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമവും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ അദ്ദേഹവുമായി നേരത്തെ അറിയില്ലെങ്കിലും അദ്ദേഹം ഒരുമൊക്കെ ഫോണിലായിരിക്കും വിളിച്ചിട്ടുള്ളത്. അവിടെ അദ്ദേഹവുമായി ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ പറ്റിയതും നല്ലൊരു അനുഗ്രഹമായി. കാരണം അത്തരം അനുഭവങ്ങൾ പറയുക, എബ്രഹാം ലിങ്കണെക്കുറിച്ചുള്ള ജീവിതാനുഭവങ്ങൾ പറയുക, അത് നമുക്ക് ഒരു പാഠമാക്കുക. അപ്പോൾ ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ മുന്നിൽ മഹാബലിയുമുണ്ട്, നമ്മുടെ മുന്നിൽ വാമനനുമുണ്ട്. ഇതാരെ സ്വീകരിക്കണം? അത് ഏതൊരു സമൂഹത്തിൻ്റെയും ഏതൊരു കാലഘട്ടത്തിൻ്റെയും പ്രത്യേകതയായിട്ടാണ് തോന്നുന്നത്. സമഭാവനയുടെയും സമത്വത്തിൻ്റെയും ഓണം ആ നാളുകൾ തിരിച്ചു വരണമെന്ന് മലയാളി ആഗ്രഹിക്കുന്നു, ലോകമെമ്പാടും ആഗ്രഹിക്കുന്നു. അത് സാധ്യമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഡോക്ടർ ജഗതിരാജ് അദ്ദേഹം സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ശ്രീകുമാർ സാറ് ശ്രീനാരായണ ഗുരുദേവൻ്റെ വചനങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അദ്ദേഹം രൂപം കൊടുത്ത പ്രസ്ഥാനം, അതിനകത്ത് ഇന്ന് ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ, സാധുജന പരിപാലന യോഗം. അത് രൂപം കൊടുത്തതിൽ വിശാലമായ കാഴ്ചപ്പാടോടുകൂടിയാണ്. ശരിയാണ്, വിശാലമായ കാഴ്ചപ്പാടോടെ ആ കാലഘട്ടത്തിലെ സാമൂഹ്യ പരിവർത്തനം നടക്കണമെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഒരു പരിവർത്തനം അനിവാര്യമാകൂ എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കുവാനുള്ള പരിശ്രമം ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ഡയറക്റ്റ് ബോർഡിൽ ഈ പറയുന്ന പലരെയും മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ഉൾക്കൊള്ളുമായിരുന്നു. SNDP യോഗത്തിൻ്റെ ഡയറക്റ്റ് ബോർഡിൽ നിന്ന് മറ്റ് സമുദായ സംഘടനകളുടെ ഭരണസമിതിയിലേക്ക് ആൾ പോകുന്നൊരു കാലഘട്ടം തുടക്കത്തിലുണ്ടായിരുന്നു. ഗുരുദേവൻ അതുപോലെയാണ്. മഹാബലി തമ്പുരാനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗുരുദേവനെ നമ്മൾ അവിടെയും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സംഘർഷവും ഉണ്ടാക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ 2 തലങ്ങളെ ശുദ്ധീകരിച്ചു. ഒന്ന് ആധ്യാത്മിക തലം, 2 ഭൗതിക തലം. ആരുമായും ഒരു ഏറ്റുമുട്ടലിന് പോയില്ല. ഗുരുദേവൻ്റെ ആദ്യത്തെ ശിഷ്യൻ അന്നത്തെ ജാതി വ്യവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒന്ന് പരിശോധിക്കപ്പെടുമ്പോൾ സഹോദര സമുദായത്തിൽപ്പെട്ട നായർ സമുദായത്തിലെ ആ മഹാപ്രതിഭയായിരുന്നു ഗുരുദേവൻ്റെ ആദ്യത്തെ ശിഷ്യൻ എന്ന് പറയുന്നത്. ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിനു വേണ്ടി വിൽപ്പത്രം എഴുതുമ്പോൾ ആ വിൽപ്പത്രം രൂപകൽപ്പന ചെയ്തതും ഇതേ സമുദായത്തിൽപ്പെട്ട മറ്റൊരാളായിരുന്നു. അന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട മതപണ്ഡിതന്മാർ അവിടെ എത്തുമായിരുന്നു, ആശയവിനിമയം നടക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ജാതിരഹിത സമൂഹത്തിനു വേണ്ടി പരിശ്രമിക്കപ്പെട്ടപ്പോൾ ഏറ്റവും വലിയ രീതിയിൽ ഭാരതത്തിൻ്റെ ഈ 2 തലങ്ങളെയും മാറ്റിമറിച്ച ഗുരുദേവനെ കേരളത്തിൻ്റെ ആയാലും ഇന്ത്യയുടെ ആയാലും ചരിത്രം എഴുതിയവർ അത് നേരത്തെ പറഞ്ഞതുപോലെ
ഒരു ബ്രാൻഡഡാക്കി മാറ്റി, ഒരു വിഭാഗത്തിൻ്റേതാക്കി മാത്രം മാറ്റി. അവിടെയാണ് ആ ചരിത്രം രചിച്ചവർ അപകടകരമായ രീതിയിൽ ഈ വ്യവസ്ഥിതി ഇവിടെ തുടരണം എന്ന് കാഴ്ചപ്പാടോടുകൂടി അത്തരം തീരുമാനമെടുത്ത് നടപ്പിലാക്കിയതിൻ്റെ അനന്തരഫലം ഇപ്പോഴും ഇങ്ങനെ തുടരുകയാണ്. അവിടെയാണ് ഈ ഓണനാളിൽ നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ അങ്ങനെ രേഖപ്പെടുത്തിയ പലതിനെയും മാറ്റിമറിച്ചുകൊണ്ട് നല്ല മനസ്സോടുകൂടി നല്ല മനുഷ്യരായി, മനുഷ്യനാണ് മനുഷ്യൻ്റെ മതം, അവിടെ മതത്തിൻ്റെയും ജാതിയുടെയും വേർതിരിവുണ്ടാവാൻ പാടില്ല എന്ന ആ കാഴ്ചപ്പാട് നടപ്പിലാക്കപ്പെടുവാൻ ഈ നല്ല ഓണനാളുകളിൽ സമുദ്രതീരം സംഘടിപ്പിച്ച ഈ ഓണാഘോഷ പരിപാടിയുടെ സമാപന വേളകളിൽ നമുക്ക് അത്തരത്തിലേക്ക് ചിന്തിച്ചുകൊണ്ട് ആ ലോകം യാഥാർത്ഥ്യമാക്കുവാൻ പരിശ്രമിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഡെപ്യൂട്ടി തഹസീൽദാർ ഡോക്ടർ ബിജു ജി പിള്ള, സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം, സമുദ്രതീരം പ്രസിഡന്റ് ശരചന്ദ്രൻ പിള്ള, സന്തോഷ് പാരിപ്പള്ളി തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ വന്നപ്പം ഞാൻ സിംഗ് ഭായിയോട് ചോദിച്ചു എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എനിക്കെന്താണ് റോൾ എന്നൊക്കെ ചുമ്മാ ചോദിക്കേണ്ടത്, ആരെയാണ് ഓഡിയൻസ്, എൻ്റെ ഒരു രീതിയാണ് അറിയണോ, സഭ അറിഞ്ഞ് പേശണം എന്നൊക്കെയാണല്ലോ കണക്ക്. അപ്പോൾ നോക്കിയപ്പം പിള്ളേരാരും കണ്ടില്ല. അപ്പം നമ്മുടെ സ്ഥിരം നമ്മുടെ ആളുകൾ തന്നെയാണ്, എൻ്റെ അച്ഛനും അമ്മമാരുമാണ്. പായസം കഴിച്ചിട്ടുണ്ട്, എല്ലാവരും ചെറിയ മന്ദതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നൊന്ന് ഉഷാറാക്കാൻ ഒന്ന് കയ്യെന്നടിച്ചേ. അപ്പോൾ ആ കൈയിട്ട് പോരാ, കുറച്ചും കൂടെ ഊർജ്ജസ്വലതയോടുകൂടി ഞാൻ 1 എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം അടിക്കണം. 2 എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ 2 എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം അടിക്കണം. 3 എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം അടിക്കണം. റെഡി? 1 2 3 4 5 അങ്ങനെ പറഞ്ഞില്ലായിരുന്നല്ലോ. 3. സോ അപ്പോൾ ശ്രദ്ധ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ജസ്റ്റ് ഒരു ഉണർത്താൻ വേണ്ടി പറഞ്ഞതാണ്, പാട്ടൊന്നും പാടാൻ എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ കൊണ്ടുവന്നത് ഒരു ചെറിയ മാജിക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നൊരു മാജിക് സാധനമാണ്, ഫ്ലവർ ബേസ് അല്ലത്. ഞാൻ പോയിട്ട് തിരിച്ചു വന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം ഞാൻ സിംഗിനോട് പറഞ്ഞു, ഇവിടെ കാണാൻ പിള്ളേർ വേണമല്ലോ. അപ്പം സിംഗിനോട് പറയാണ് ഞാൻ പിള്ളേരായി മാറാമെന്ന്. ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തിയുടെ നേരത്തെ പറഞ്ഞതുപോലെ കാണികളില്ലെങ്കിൽ ഞാൻ കാണിയാവാൻ തയ്യാറാണ്. ഞാൻ പിള്ളേരെ കാണിക്കാനാണ് മാജിക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പിള്ളേരല്ലേ പിന്നെ എന്ത് മാജിക്? അപ്പോൾ സാറ് പറയുകയാണ് ഞാൻ റെഡിയാണെന്ന്. അങ്ങനെ ഉള്ള ഒരു വലിയ മനുഷ്യൻ്റെ കൂടെയാണ് നിങ്ങൾ താമസിക്കുന്നത് എന്ന് മാത്രമല്ല, നമ്മളെല്ലാവരും കൊല്ലക്കാരാണ്. കൊല്ലക്കാർക്ക് ഓണം അവസാനിച്ചിട്ടില്ല, 28 ഓണമുണ്ട്, 28 ഓണമുണ്ട്. അതുകൊണ്ട് തന്നെ ഓണത്തിന് അവസാനമില്ല. ഇനിയും നമ്മൾ ഭാഗ്യവാന്മാരാണ്. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ഇവിടെ താമസിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാവരും കൊല്ലക്കാരാണ്. അതുകൊണ്ട് തന്നെ 28 ഓണമുള്ള ഒരു നാടാണ് നമ്മൾ. പലപ്പോഴും ഓണത്തെപ്പറ്റി നമ്മുടെ ഒരുപാട് പേര് എല്ലാവരും സംസാരിച്ച്, ഇനി ഓണത്തെപ്പറ്റി ഒന്നും സംസാരിക്കാൻ എനിക്കില്ല. കേട്ട് നിങ്ങളിവിടെ വന്ന വലിയ വലിയ മഹാരഥന്മാർ. ഞാൻ പലപ്പോഴും സിംഗിൻ്റെ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ നോക്കാറുണ്ട്. ഞാൻ ഭയങ്കര ആകാംക്ഷയോടുകൂടി അത്ഭുതത്തോടുകൂടിയാണ് പലതും കാണുക. എന്തെല്ലാം പ്രഗത്ഭന്മാരാണ്. സാംബശിവൻ സാറിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് ഇവിടെ വന്നുപോയത്. അവരെല്ലാവരും ഓണത്തെപ്പറ്റി പറഞ്ഞ് നിങ്ങൾക്ക് കേട്ട് തഴമ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ സംസാരത്തിനകത്ത് നമ്മുടെ ഈ സംഘടന കടന്നു പോകുന്ന പ്രയാസങ്ങളൊക്കെ എനിക്കൊരു പരിധിവരെയൊക്കെ എനിക്കറിയാം. ഞാനൊരു 10 കൊല്ലത്തിന് മുമ്പ് ഒത്തിരി കൊല്ലത്തിന് മുമ്പ് ഞാനിവിടെ വില്ലേജറായിരുന്നു. തുടക്കമൊക്കെ എനിക്കും അറിയാം. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനമൊക്കെ എനിക്കറിയാം, പ്രയാസങ്ങൾ. ഒരിക്കൽ എബ്രഹാം ലിങ്കൺ അദ്ദേഹം ഇവിടുത്തെ മതത്തെപ്പറ്റിയും ജാതിയെപ്പറ്റിയും ഒക്കെ സംസാരിച്ചു. അതിലൊക്കെ തന്നെ നമ്മൾ യോജിക്കുകയാണ്. നമ്മുടെ സമൂഹം വളരെ ദരിദ്രം മീൻസ് മാനുഷികമായ ദരിദ്രം, അതാണ് ഉദ്ദേശിച്ചത്, സമ്പത്തല്ല, കൾച്ചറായിട്ടുള്ള ദാരിദ്ര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ദാരിദ്ര്യമുള്ള ഒരു സമൂഹത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരെയും പ്രചോദിപ്പിക്കുന്നതാണ് നമ്മുടെ എബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തെ പറ്റിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. അദ്ദേഹം ഒരിക്കൽ ആദ്യമായി നമുക്ക് അമേരിക്കൻ പ്രസിഡൻറ്റ്, ലോകത്തെ മുഴുവൻ്റെ ഒരു വലിയ പ്രഗത്ഭനായ ആളാണല്ലോ പ്രസിഡൻറ്റ്, അമേരിക്കൻ പ്രസിഡൻറ്റ്. അദ്ദേഹം അവിടെ പ്രസംഗിക്കാനായിട്ട് കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള പ്രമുഖന്മാരൊക്കെ തന്നെ അദ്ദേഹത്തെ ഒന്ന് ചവിട്ടിത്താഴ്ത്താനായിട്ട് ഒരു ശ്രമം നടത്തി. മിസ്റ്റർ പ്രസിഡൻറ്റ്, നിങ്ങളുടെ അച്ഛൻ തയ്ച്ച ചെരുപ്പിട്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് എന്ന് എബ്രഹാം ലിങ്കൻ്റെ പ്രസംഗത്തിന് മുമ്പ് പറയുകയാണ്. അപ്പം നിങ്ങളുടെ അച്ഛൻ ഒരു ചെരുപ്പൂത്തിയാണെന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങളുടെ അച്ഛൻ ചെരുപ്പൂത്തിയാണെന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ അച്ഛൻ തയ്പ്പിച്ച ചെരുപ്പാണ്
ഞങ്ങളുടെ കാലിൽ ഇട്ടിരിക്കുന്നത് എന്ന് എബ്രഹാം ലിങ്കൻ്റെ മുമ്പിൽ പ്രസംഗത്തിന് മുമ്പ് അദ്ദേഹത്തെ ഒന്ന് ഇൻസൾട്ട് ചെയ്യാൻ മനസ്സിലാവുന്നത്. ഉടനെ തന്നെ എബ്രഹാം ലിങ്കൻ വളരെ ശക്തമായ ഭാഷയിൽ നല്ല ദൃഷ്ടിയോടുകൂടി ആ നോട്ടത്തോട് അദ്ദേഹം പറയുകയാണ്, യെസ്, തീർച്ചയായും എൻ്റെ അച്ഛൻ ചെരുപ്പൂത്തിയാണ്, ഞാനതിൽ അഭിമാനിക്കുകയാണ്. മാത്രമല്ല എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തവും മാംസവും എല്ലാം എൻ്റെ അച്ഛൻ ചെരുപ്പൂത്തിയുടെ ജോലി ചെയ്ത് നേടിയതാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ആ ചെരുപ്പിനകത്തും ചെരുപ്പൂത്തിക്കകത്തും ആത്മാവിനെ ലയിപ്പിച്ചാണ് നിങ്ങളുടെ കാലിലിട്ടിരിക്കുന്ന ചെരുപ്പ് ഇട്ടിരിക്കുന്നത്. എനിക്കൊരു സംശയമുള്ളത്, ആ ചെരുപ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആ ചെരുപ്പ് നേരെയാക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് എബ്രഹാം ലിങ്കൻ മറുപടി പറയുന്നത്. അപ്പോൾ ആ മനസ്സിൽ ആ വ്യക്തിയുടെ സംസാരത്തിനകത്ത് എപ്രകാരമാണോ അദ്ദേഹത്തെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചത്, അത് തിരിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഞാൻ അഭിമാനിക്കുകയാണ് എന്ന രൂപത്തിൽ. അങ്ങനെ ആ വ്യക്തിയുടെ സംസാരത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ നമ്മുടെ സിംഗും ഒക്കെ ഒരുപാട് യാതനകളിലൂടെ ഒരുപാട് ചവിട്ടിത്താഴ്ത്തലിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ ഉൾക്കൊള്ളുന്ന രീതി വ്യത്യസ്തമാണ്. ആരും തളരുന്നില്ല. സിംഗ് ഒരിക്കലും തളരാറില്ല. സിംഗ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെല്ലാവരും ചേർന്നാണ്. ഒരു സിംഗ് വ്യക്തി മാത്രമല്ലല്ലോ, ഒരു കൂട്ടായ്മയുടെ ഒരു തുടർച്ചയാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ തന്നെ റിയാക്ട് ചെയ്യുന്നു, നമ്മൾ പ്രതികരണ രീതികളാണ്. അപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം തന്നെ ഏറ്റവും ലളിതമായ ഒരു ചെറിയ ഒരു കവിത, എനിക്ക് പാടാൻ അറിയത്തില്ല, എന്നാൽ ഞാനൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഖലീൽ ജിബ്രാൻ്റെ ഒരു കഥയും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഖലീൽ ജിബ്രാൻ്റെ അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ മഹാബലിയുടെയും നമ്മുടെ വാമനൻ്റെയും ഒക്കെ കഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മുടെ ചരിത്രങ്ങളിലെല്ലാം പരിശോധിച്ച് നോക്കുമ്പോഴൊക്കെ എല്ലാം പരസ്പര പൂരകങ്ങളാണ്. കാരണം എല്ലാം അടിച്ചമർത്തപ്പെട്ടവൻ്റെയും ചതിയുടെയും വഞ്ചനയുടെയും മാനസികമായ തളർച്ചയുടെയും കഥയാണ് ലോകം മുഴുവൻ സംസാരിക്കുക. അതിനെ ഉണർത്തുന്നതാണ് ഇതെല്ലാം. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞു നദി, ഒരു പക്ഷേ നിങ്ങൾ പ്രായമുള്ള ആളുകൾക്ക് മനസ്സിലാകുമായിരുന്നു. ഒരു കുഞ്ഞു നദി, ഒരു ചെറിയ അരുവി, അതിങ്ങനെ ഒഴുകി അത് കാടും മടലവും എല്ലാം കടന്നിങ്ങനെ വലിയ നദിയായി മാറുകയാണ്. കുഞ്ഞരുവിയാണ്. അതിങ്ങനെ വലിയൊരു നദിയായി, ഭാരതപ്പുഴ പോലെ വലിയ വിശാലമായ ഒരു നദിയായി അവസാനം കടലിലേക്ക് എത്താൻ പോവാണ്. കടലിലേക്ക് എത്തുമ്പോൾ ആ ബഹളം കേൾക്കുമ്പോൾ നദിക്ക് ഈ പേടി, അയ്യോ എനിക്ക് തിരിച്ചു പോകണം. ആർക്കാ? നദിക്ക്. ഒരു കഥയാണ്. അപ്പോൾ എനിക്ക് എനിക്ക് കടലിലേക്ക് പോകാൻ കഴിയില്ല. സമുദ്രതീരം, ഇവിടെ സമുദ്രതീരമാണല്ലോ, സമുദ്രത്തിലേക്ക് എനിക്ക് പോകാൻ പേടിയാണ്. അപ്പോൾ ഒരിക്കലും തിരിച്ചു പോക്ക് നടക്കില്ലല്ലോ. അങ്ങനെ ആ പേടിച്ച് ഈ നദി സമുദ്രത്തിലേക്ക് അലിഞ്ഞു ചേർന്നപ്പോൾ അത് പുതിയ ഒരു ലോകത്തേക്ക് മാറുകയാണ്. അതുപോലെ നഷ്ടപ്പെടുമ്പോഴാണ് എല്ലാം നേടുന്നത്. നമ്മളെല്ലാവരും നഷ്ടപ്പെട്ടവരാണ്, ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടവരാണ്. നമ്മുടെ സിംഗിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് നഷ്ടപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടപ്പെടുമ്പോഴെല്ലാം നമ്മളൊരു പുതിയ ഉണർവാണ് ഉണ്ടാകുന്നത്. മഹാബലിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് പലതും. പക്ഷേ നഷ്ടപ്പെട്ടെങ്കിലും നമ്മളിപ്പോൾ മഹാബലിയെ ആരാധിക്കുന്നുണ്ട്. അതിൻ്റെ ബേസിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാം നഷ്ടപ്പെടലുകളും നമുക്കൊരു പുതിയ ലോകത്തേക്ക് നമ്മൾ എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ചെറിയൊരു പാട്ടാണ്, നിങ്ങളെല്ലാവരും ചേർന്ന് പാടണം. കാരണം അപ്പോൾ രണ്ടു വരിയാണ്. റെഡിയാണോ? കൈയടിച്ചേ. 1 2 1 2 3 കൈയടിച്ചേ. കൈ എന്ന് ഉണർത്താൻ വേണ്ടിയാണേ. കൈയടിച്ചേ. 1 2 1 2 1 2. വാനിലെ വെള്ളി പറവകൾ പോലെ പഠിക്കുക. വാനിലെ വെള്ളി പറവകൾ പോലെ വാനിലെ വെള്ളി പറവകൾ പോലെ ഉയരുക ഒരു നവഗാനവുമായി. വാനിലെ വെള്ളി പറവകൾ പോലെ ഒരു നവഗാനവുമായി. അമ്മ പകർന്ന പാലിൻ ഗന്ധം, അമ്മ പകർന്ന പാലിൻ ഗന്ധം ഒന്നാണ്. റെഡി 3 4. വാനിലെ വെള്ളി പറവകൾ പോലെ വാനിലെ വെള്ളി പറവകൾ പോലെ ഉയരുക ഒരു നവഗാനവുമായി. അമ്മ പകർന്ന പാലിൻ ഗന്ധം ഒന്നാണ്. നമ്മുടെ ജനനവും ഒരുപോലെ, നമ്മുടെ മരണവും ഒരുപോലെ. നമ്മുടെ ജനനവും ഒരുപോലെ, നമ്മുടെ മരണവും ഒരുപോലെ. 3 4. വാനിലെ വെള്ളി പറവകൾ പോലെ വാനിലെ വെള്ളി പറവകൾ പോലെ ഉയരുക ഒരു നവഗാനവുമായി. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഞാൻ മാജിക് കാണിക്കാം. അത് പിന്നീട് അവസാനമാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസ നേരുന്നു. താങ്ക് യു വെരി മച്ച്.
14 ദിവസം നീണ്ടുന്ന ഓണാഘോഷം ഇവിടെ സന്തോഷത്തിൻ്റെ ദിവസമാണെങ്കിലും ഇവിടെ എന്നും ഓണം തന്നെയാണ്. മിക്ക ദിവസങ്ങളിലും ഇവിടെ ഗസ്റ്റുകളില്ലെങ്കിലും വിശേഷപ്പെട്ട പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. നമ്മളെല്ലാം പുറം പ്രദേശങ്ങളിൽ ദേശങ്ങളിൽ പോയി ഓണം ആഘോഷിക്കുമ്പോൾ ഈ കുടുംബത്തിൻ്റെ ഉള്ളിലിരിക്കുന്നവരെയും സന്തോഷിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. ഈ ഓണാഘോഷത്തിൻ്റെ വിജയത്തിന് ഒരു കൂട്ടായ്മയുടെ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ 14 ദിവസവും ഈ പരിപാടികൾ സംഘടിപ്പിക്കുവാനും അത് പൂർത്തീകരിക്കുവാനും ഈ അച്ഛന്മാരെയും അമ്മമാരെയും സന്തോഷിപ്പിക്കുവാനും കഴിഞ്ഞത് എന്ന് പറയുന്നത് ഏറെ സന്തോഷമാണ് എനിക്കുള്ളത്. ഈ കൂട്ടായ്മ പല കാര്യങ്ങളിലും സമതുലിതം കൂട്ടുകുടുംബത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ ഗോകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ സാറ് പരിപാടി നടക്കുമ്പോൾ വന്നു പോകുന്നൊരു വ്യക്തിയല്ല. സാറിൻ്റെ കുടുംബത്തിൻ്റെയും സാറിൻ്റെ വൈഫിൻ്റെ കുടുംബത്തിലെയും എന്തെല്ലാം ചടങ്ങുകൾ നടക്കുന്നുണ്ടോ ആ ചടങ്ങുകളെല്ലാം ഈ കൂട്ടുകുടുംബത്തിലെ അമ്മമാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ അന്നങ്ങത്ത് ഇവിടെ തരുന്നതോടൊപ്പം തന്നെ സാറ് ഉച്ചസമയത്ത് ഇവിടെ എത്തി അവരോടൊപ്പം ആഹാരം കഴിച്ചിട്ടാണ് ഈ കുടുംബത്തിൽ നിന്ന് പോകാറുള്ളത്. സാർ എത്ര തിരക്കുണ്ടെങ്കിലും ഈ കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. ജയതിരാജ് സാറിനെ നമ്മൾ ആ കുടുംബത്തിൽ അവിടെ കൊല്ലത്ത് പോയി കാണുമ്പോൾ സാറെന്നെ ഒരു കാര്യം സൂചിപ്പിച്ചോളൂ. സാറ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു കാരണവശാലും ഇങ്ങോട്ടത്തേക്ക് വരരുത്, എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ച് ഫോണിലൂടെ വിളിച്ച് മാത്രം അറിയിച്ചാൽ മതി, ഞാൻ കൃത്യമായും അവിടെ പങ്കെടുക്കും. അങ്ങനെ എനിക്ക് ഇതുവരെയും ആരിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് സാറിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ എനിക്കൊരനുഭവം. മറ്റ് പല വ്യക്തികളെയും ഞങ്ങൾ പല സമയങ്ങളിലും വിളിക്കാൻ പോയി എങ്കിലും ഇവിടെ ഒരു അനാഥാലയമാണ് സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എത്തിച്ചെല്ലണം, അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടണം എന്നവരുടെ ഉള്ളിൽ ഇല്ലാതെ പോയി എന്നൊരു വിഷമം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ അത്തരം കാര്യങ്ങൾ ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. ഒരാളെ വിശിഷ്ട ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബത്തിൽ നടക്കുന്ന പരിപാടിയാണ്, അതിൽ നമുക്ക് സംബന്ധിക്കണം എന്നൊരു തോന്നൽ ഉണ്ടാവുന്നത് എല്ലാവരുടെ ഉള്ളിലും നല്ലതായിരിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ എത്തിയിട്ടുള്ള മിക്ക അതിഥികളും അവരുടെ സമയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ ഒരു കൂട്ടായ്മയും അതുപോലെ തന്നെയാണ് പ്രവർത്തിച്ചത്. അവരുടെ വിലപ്പെട്ട സമയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ 14 ദിവസങ്ങളിലും ഇവിടെ എത്തുകയുണ്ടായി. തൊട്ട് പുറകിലായിരിക്കുന്ന രാജസാറ് ഇപ്പോൾ വന്നിരിക്കുന്നത് കളക്ട്രേറ്റിൽ നിന്ന് സാറിൻ്റെ ജോലി കഴിഞ്ഞ് നേരെ ബസ്സിൽ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. സാർ ഇന്നലെയും പറഞ്ഞത് ഞാൻ കൃത്യസമയമായി എത്തുമെന്നാണ്. അങ്ങനെ കൊല്ലം പ്രദേശത്തു നിന്നും പല മേഖലയിൽ നിന്നും ഇതിന് സമയം കണ്ടെത്തി ഇവിടെ ഓരോ വ്യക്തികളും ഇവിടെ എത്താറുണ്ട്. ഈ വേദിയിലിരിക്കുന്ന ശ്രീകണ്ഠ സാറ് ഈ കുടുംബത്തിലൊരു അംഗമായി എത്തുമ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷമായിരുന്നു. ഇപ്പോഴും അതിലപ്പുറം സന്തോഷമാണ്. ഈ നാട്ടിൽ 2 കോളനിയിലുള്ള കുട്ടികളെ പുസ്തകം കൊണ്ട് വായിപ്പിക്കുവാനും വായിക്കാത്ത കുട്ടികളെ വായിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുവാനും കഴിയുന്ന ഒരു ലൈബ്രറിയുടെ സെക്രട്ടറിയായി അദ്ദേഹവും ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ കൊല്ലത്തിൻ്റെ പല മേഖലയിൽ നിന്നും മധുസാർ ഉൾപ്പെടെ ഇവിടെ എത്തുന്നു. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് രാധാകൃഷ്ണ സാറും അതോടൊപ്പം തന്നെ മാമ്പള്ളി GR രഘുനാഥും ഇതിൻ്റെ ഫോക്ലോർ അക്കാഡമിയുടെ ചെയർമാനായിരിക്കുന്ന അജിത്ത് ഉൾപ്പെടെ ഈ കുടുംബത്തിൽ വന്നു പോകുന്നതും ഏറെ സന്തോഷമാണ്. അതുപോലെ സന്തോഷ് പാരിപ്പള്ളി മിക്ക സമയങ്ങളിലും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ ഒട്ടനവധി ആളുകളാണ് ഈ കുടുംബത്തിൽ വന്നു പോകുന്നത്. ഇവരെല്ലാം എന്നെ കണ്ടിട്ടല്ല,
ഇവിടെ എത്തുന്നത്. ഇവിടെ കുടുംബത്തിൽ താമസിക്കുന്ന ഓരോ അച്ഛന്മാരെയും അമ്മമാരെയും കാണുവാനും അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. വിവിധങ്ങളായ പരിപാടികൾ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതെല്ലാം ഈ കൂട്ടായ്മയുടെ ഫലമാണ്. തൊട്ട് പുറകിലിരിക്കുന്ന സമുദ്രതീരത്തിൻ്റെ പ്രസിഡൻ്റായ ശരചന്ദ്രൻ പിള്ള, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ കൂട്ടുകുടുംബത്തിന് ഏറെ വലുതാണ്. ഇന്ന് ഒരു മന്ദിരത്തിൻ്റെ അവസാനഘട്ട പണിയിൽ നിൽക്കുമ്പോൾ ഇവിടെ വന്നുപോയ നമുക്ക് വിലപ്പെട്ട ഒരു സഹായം തന്നിട്ടുള്ളത് KSFയുടെ ചെയർമാനായിട്ടുള്ള പ്രജാസ് സാറാണ്. സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ പുതിയ മന്ദിരത്തിൻ്റെ സോളാറ് KSFയുടെ വകയായി ഇവിടെ നമുക്ക് ചെയ്തു തരാം എന്ന് പറയുകയുണ്ടായി. ഏറെ സന്തോഷമാണ്. ഒട്ടനവധി ആളുകൾക്ക് ഇത്തരം സംരംഭത്തിലേക്ക് അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സംഭാവനകൾ നൽകാൻ കഴിയുന്നതാണ്. അങ്ങനെ ഒരു ബന്ധം എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ആ ബന്ധത്തിലേക്ക് ഊട്ടിയുറപ്പിക്കുവാൻ പ്രധാനപ്പെട്ട സുമനസ്സുകളെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഈ മന്ദിരത്തിൻ്റെ പണി പൂർത്തിയാക്കി ഏതാണ്ട് 6 മാസത്തിനകത്ത് നമുക്ക് കയറുവാൻ കഴിയുള്ളൂ. ഈ കേൾക്കുന്ന എല്ലാവരും ഈ സമുദ്രത്തിൽ വരികയും ഇവരോടൊപ്പം ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇനി ആ മന്ദിരം പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒരു ഓർഡർ വന്നിരിക്കുന്നത്. അങ്ങോട്ടത്തേക്ക് അച്ഛന്മാരും ഇവിടെ അമ്മമാരും താമസിക്കുവാൻ വേണ്ടിയാണ് അതിൻ്റെ പരിശ്രമമാണ് നടക്കുന്നത്. എല്ലാവരും കൈയഴിഞ്ഞ് സഹായിച്ച് അല്ലെങ്കിൽ സഹകരണം കൊണ്ടുപോലും ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്ന് മാത്രം ഞാൻ ഈ സൂചിപ്പിക്കുകയാണ്. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം, പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ് VPക്ക് സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹോപകാരം സമർപ്പിച്ചു. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി N. ശ്രീകണ്ഠൻ നായർ ചടങ്ങിൽ നന്ദി അറിയിച്ചു. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നന്ദി പ്രകാശിപ്പിക്കുക എന്ന എൻ്റെ ചുമതലയിൽ തന്നെ നിൽക്കാനാണ് ശ്രമിക്കുന്നത്. എങ്കിലും ഇന്ന് ഉദ്ഘാടകനായി ഈ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന ഡോക്ടർ ജഗതിരാജ് സാർ, എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയുടെ, പ്രത്യേകിച്ചും കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറിനോടൊപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് വേദി പങ്കിടാൻ അവസരം കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ്. നേരത്തെ ഒരവസരം ഉണ്ടായപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഇവിടെ വന്നപ്പോഴും ആ ഒഴിഞ്ഞു മാറിയതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിലെ പ്രഥമ ബാച്ചിലെ ഒരു പഠിതാവായിരുന്നു ഞാൻ. ഇപ്പോൾ ഞാൻ സാറിനോട് പറയുമായിരുന്നു, ആ കോഴ്സ് കഴിഞ്ഞു, ഞാൻ അടുത്ത കോഴ്സിൽ ജോയിൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ സർവകലാശാലയെ വിട്ടുപോകാൻ ഒരുക്കമല്ല. അങ്ങനെയുള്ള ജഗതിരാജ് സാറിനോടൊപ്പം പ്രത്യേകിച്ചും ഇപ്പോൾ കേരളത്തിലെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ എല്ലാ യുവാക്കളെയും ഗ്രാജുവേറ്റുകളും തുടർന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റുകളും ആക്കണം, എല്ലാവരും ഗ്രാജുവേറ്റുകളാവുന്ന ഒരു സ്വപ്നമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഗവൺമെൻറ്റിന് സാമ്പത്തികമായ പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകാതെ ഈ സാമ്പത്തിക പരിമിതികൾക്കിടയിൽ നിന്നും വളരെയേറെ ഊർജ്ജത്തോടെ പ്രവർത്തിക്കുന്ന സാറിനോടൊപ്പം വേദി പങ്കിട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഭയങ്കരമായ ഒരു അഭിമാനമായി ഞാൻ കാണുന്നു. ഇന്ന് ഈ തിരക്കുകൾക്കിടയിലും ഈ സമുദ്രതീരത്തിൻ്റെ ഓണാഘോഷത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന ജഗതിരാജ് സാറിന് സമുദ്രതീരത്തിൻ്റെയും സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ഇവിടുത്തെ ലൈബ്രറിയുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി കൃതജ്ഞതയിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത യോഗത്തിൻ്റെ അധ്യക്ഷനാണ്. മനഃപൂർവ്വം അധ്യക്ഷനെ ഞാൻ പിന്നത്തേക്ക് മാറ്റിയതാണ്. കാരണം ഞങ്ങളിൽ ഒരുവനാണ്. ഇവിടുത്തെ സമുദ്ര സാംസ്കാരിക നിലയത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ചെയർമാൻ കൂടിയായ നല്ലൊരു അധ്യാപകനും സർക്കാർ സർവീസിൽ നിന്ന് പെൻഷൻ പറ്റിയ ഇപ്പോൾ പുതിയ വേഷമെടുത്ത് അണിഞ്ഞിരിക്കുകയാണ്. അത് പണ്ടേ ഉള്ള വേഷമാണ്, കാതികൻ എന്ന വേഷം. ആ വേഷങ്ങളൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു എല്ലാ മേഖലകളിലും തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന പ്ലാക്കാട് ശ്രീകുമാർ സാറിന് ഔപചാരികതയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തത്
BB ഗോപകുമാർ സാറാണ്. റുവൽ സിംഗ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പല ചടങ്ങുകളിലും അദ്ദേഹം എത്തിച്ചേരാറുണ്ട്. എങ്കിലും കഴിഞ്ഞ ചടങ്ങിന് എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ പറഞ്ഞ് അദ്ദേഹം അടുത്തൊരു പരിപാടിക്ക് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് എത്തിച്ചേർന്നത്. അദ്ദേഹത്തിനും ഞാൻ സമുദ്രയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. അടുത്ത ഡെപ്യൂട്ടി തഹസിൽദാരായ ഡോക്ടർ ബിജു ജി പിള്ളയാണ്. അദ്ദേഹം ഡെപ്യൂട്ടി തഹസിൽദാർ മാത്രമല്ല, ഒരു യോഗ പരിശീലകൻ കൂടിയാണ്. ഇവിടെ തന്നെ യോഗ പരിശീലന പരിപാടികൾക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം ഒരു മജീഷ്യനാണെന്ന് ഇവിടെ തെളിയിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിനും സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ഈ മതേതര വയോജന കേന്ദ്രത്തിൻ്റെയും ഇവിടുത്തെ അച്ഛനമ്മമാരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ സ്വാഗതം ആശംസിച്ച ശ്രീകുമാർ, സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റായ ശ്രീകുമാറിനും ഔപചാരികതയ്ക്ക് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതിന് എനിക്ക് നന്ദി രേഖപ്പെടുത്താനുള്ളത്, വളരെ പരിക്ഷീണിതനായ ശബ്ദത്തിൽ ഇപ്പോൾ നിങ്ങളോട്, എനിക്ക് തൊട്ട് മുമ്പ് നിങ്ങളോട് സംസാരിച്ച നമ്മുടെ സമുദ്രതീരത്തിൻ്റെ ചെയർമാൻ ശ്രീ റുവൽ സിംഗിനോടാണ്. എനിക്കത് വെളിപ്പെടുത്താമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് നല്ല പരിചയമുള്ള എല്ലാവർക്കും റുവൽ സിംഗ് സംസാരിച്ചപ്പോൾ ഉള്ള ആ ശബ്ദം വളരെ പതറിയതായിട്ടോ അല്ലെങ്കിൽ വളരെ ക്ഷീണിതനായ ശബ്ദമോ ആയിരുന്നു. ഞാനിന്ന് പലവട്ടവും ശ്രദ്ധിച്ചതാണ്. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ അനുവാദമില്ല, ഞാൻ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് സർക്കാരിലേക്ക് ഏകദേശം 3 ലക്ഷം രൂപ 5 മണിക്കകം അടയ്ക്കണമായിരുന്നു. അത് സ്വരൂപിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു രാവിലെ മുതൽ. അതുകൊണ്ടാണ് നമ്മുടെ കഥാപ്രസംഗ പരിപാടി ആരംഭിക്കുന്ന സമയത്ത് കാതികൻ ശ്രീകുമാർ സാറ് റുവൽ സിംഗ് വന്നിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പലവട്ടം വിളിച്ചപ്പോഴും റുവൽ സിംഗിൻ്റെ മറുപടി, സാറേ എനിക്കിപ്പോൾ എത്താൻ പറ്റത്തില്ല, ഞാൻ ഒരാളിനെ കാത്തു നിൽക്കുകയാണ്, നിങ്ങൾ തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ആ പരിപാടി ഞങ്ങൾ രാവിലെ തുടങ്ങിയത്. അടുത്ത ഇനി എനിക്ക് നന്ദി പറയുവാനുള്ളത്, റുവൽ സിംഗിന് നന്ദി പറയുന്നു. ബാക്കി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ സമാപന സമ്മേളനത്തിൽ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കളാണ്. ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുമ്പോൾ ആരുടെയെങ്കിലും പേര് വിട്ടുപോകും എന്ന പേടി കൊണ്ട് ഞാൻ അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പേര് എടുത്ത് പറയുന്നില്ല. പിന്നെ ഇവിടുത്തെ അച്ഛനമ്മമാർക്കാണ്. അച്ഛനമ്മമാർക്ക് നന്ദി പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവരിൽ ഒരാളായിട്ടാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 10-16 ജീവനക്കാരുണ്ട്. അവരും ഇവിടുത്തെ ശമ്പളം പറ്റുന്നവരും ശമ്പളം പറ്റാത്തവരും, റുവൽ സിംഗിൻ്റെ അമ്മ, കുടുംബാംഗങ്ങൾ ഒക്കെ, ഇവർക്കെല്ലാവർക്കും ഈ സമുദ്ര ട്രസ്റ്റിൻ്റെയും സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൻ്റെയും ലൈബ്രറിയുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.